വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അധികാരത്തിലെത്തിയാൽ 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും 500 രൂപയ്ക്ക് LPG സിലിണ്ടറുകളും സൗജന്യ റേഷൻ കിറ്റുകളും നൽകുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. പണപ്പെരുപ്പത്തിനിടയിൽ വോട്ടർമാരെ ആകർഷിക്കാൻ മെഹൻഗായ് മുക്ത് യോജന എന്ന പദ്ധതിയും പാർട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. AICC ഡൽഹി ഇൻചാർജ് ഗാസിർ നിസാമുദ്ദീൻ, ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദർ യാദവ് എന്നിവർക്കൊപ്പം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഡൽഹിയിൽ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് അതിന്റെ 5 ഉറപ്പുകൾ ഉടൻ തന്നെ നിറവേറ്റുമെന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത്. നേരത്തെയും ആകർഷകമായ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അധികാരത്തിലെത്തിയാൽ എല്ലാ സ്ത്രീകൾക്കും 2500 രൂപ നൽകുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു വാഗ്ദാനം. പ്യാരി ദീദി യോജന എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. 25 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ജീവൻ രക്ഷാ യോജന എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധികാരത്തിലെത്തിയാൽ വിദ്യാസമ്പന്നരും തൊഴിലില്ലാത്തവരുമായ യുവാക്കൾക്ക് ഒരു വർഷത്തേക്ക് എല്ലാ മാസവും 8500 രൂപ നൽകും എന്നതാണ് മറ്റൊരു വാഗ്ദാനം. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഡൽഹിയിൽ ജാതി സെൻസസ് നടത്തുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ 5ാം പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയിരുന്നു. ലോകേന്ദ്ര ചൗധരിയെ തിമർപൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. സുരേഷ് വതി ചൗഹാൻ റോഹ്താസ് നഗർ സീറ്റിൽ മത്സരിക്കും. ഒരു കാലത്ത് പാർട്ടി കോട്ടയായിരുന്ന ഡൽഹിയിൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും ഒറ്റ സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. 2015ലും 20ലും മികച്ച വിജയം നേടി ആം ആദ്മി പാർട്ടി കേന്ദ്രഭരണ പ്രദേശത്ത് ഹാർട്ടിക് ജയമാണ് സ്വപ്നം കാണുന്നത്. 1998 മുതൽ ഡൽഹിയിൽ അധികാരത്തിന് പുറത്തുള്ള BJP ഇത്തവണ അധികാരം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ്. 70 അംഗ നിയമസഭയാണ് ഡൽഹിയിലേത്. 2020ലെ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 70 സീറ്റുകളിൽ 62 എണ്ണവും നേടിയാണ് ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തിയത്. അതേസമയം ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താനായെങ്കിലും ഐക്യം നിലനിർത്തുന്നതിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി പാടുപെടുകയാണ്. കശ്മീരിലും ഡൽഹിയിലുമെല്ലാം മുന്നണിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിലും പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യത്തിൽ വിള്ളൽ വീഴുകയാണെന്നാണ് റിപ്പോർട്ട്. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക. ഫെബ്രുവരി 8-ന് ഫലം പ്രഖ്യാപിക്കും.